ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് തേർഡ് മെത്തേഡ്, സെക്യുലർ ട്രെൻഡിൻ്റെ തേർഡ് മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡും സെമി ആവറേജ് മെത്തേഡും ഒക്കെയാണ് ചെയ്തത്. ഇനി അതിൻ്റെ കുറേ ഡ്രോബാക്കുകൾ ഉള്ളതുകൊണ്ടും അതേപോലെ നമുക്ക് കിട്ടേണ്ട ഡേറ്റയുടെ അല്ലെങ്കിൽ ട്രെൻഡ് വാല്യൂസ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവണം, അതിന് ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മറ്റ് രണ്ട് മെത്തേഡിനെക്കാട്ടിലും കുറച്ചും കൂടി നല്ലൊരു മെത്തേഡാണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എൻ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഓവർ ടു മെത്തേഡ്സ്. ഈ നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡിനേക്കാൾ ഒന്നുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണിത്. ഇറ്റ് ഈസ് ക്വൈറ്റ് സിമ്പിൾ ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ സ്മൂത്തനിങ് ദ ഫ്ലക്ച്വേഷൻസ് ഇൻ കർവ്സ്. കുറച്ചും കൂടി ഇത് സിമ്പിളാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലക്ച്വേഷൻസ്, കർവിൽ ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷൻസിനെ ഒന്നുകൂടി സ്മൂത്തൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രെൻഡ് വാല്യൂസ് ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ് ആർ മോർ ആക്യുറേറ്റ്. കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ഇങ്ങനെ കിട്ടുന്ന ട്രെൻഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ മൂവിങ് ആവറേജ് മെത്തേഡിൽ ചെയ്യേണ്ട വിധം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് തന്നെ ചെയ്യാം. തിയറി ഇപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഒരു പ്രോബ്ലത്തിലൂടെ തന്നെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഗിവ് 3 ഇയർലി മൂവിങ് ആവറേജ് ഫോർ ദ ഫോളോയിങ് സീരീസ്. നമ്മളോട് 3 വർഷത്തെ ആവറേജുകളായിട്ട് എടുക്കാനാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 94ൽ അതിൻ്റെ പ്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, അങ്ങനെ 2008 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ആദ്യം ഇയർ എഴുതി, ആ തന്ന പ്രൊഡക്ഷനും എഴുതി. ഇത്രയും ക്ലിയർ അല്ല എല്ലാവർക്കും? അതിനുശേഷം 3 ഇയർലി മൂവിങ് ടോട്ടലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ആദ്യത്തെ 3 എടുക്കുക. 17.2 പ്ലസ് 17.3 പ്ലസ് 17.7, ഇത് മൂന്നും കൂടി കൂട്ടുക. കൂട്ടിയതിന് ശേഷം കിട്ടുന്ന ടോട്ടൽ അതിൻ്റെ മിഡ് പോയിൻറ്റിൻ്റെ നേരെ, ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? 17.3 അല്ലേ? അതിൻ്റെ നേരെ 52.2 എന്ന് എഴുതുക. അതാണ് ടോട്ടൽ. ഈ ടോട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ 3 ഇയർലി മൂവിങ് ആവറേജ് കാണണം നമുക്ക്. ആ ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ഈ 52.2 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ തന്നെ 17.40 എന്ന് കൊടുക്കും. ഇങ്ങനെയാണ് മൂവിങ് ആവറേജ് കാണുന്നത്. നമ്മളോട് എത്ര ഇയർലി ആണ് ചോദിച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് അത്രയും ഇയർ എടുക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി നെക്സ്റ്റ് ഇയറിൽ നമ്മൾ കാണുന്ന സമയത്ത് ആദ്യത്തെ വർഷത്തെ നമ്മൾ അവിടെ അവോയ്ഡ് ചെയ്യും. അതിനുശേഷം അടുത്ത 3 എടുക്കുക. അതായത് 17.3 പ്ലസ് 17.7 പ്ലസ് 18.3. അപ്പോൾ അതിൻ്റെ ടോട്ടൽ എവിടെ എഴുതുക? ഇതിൻ്റെ രണ്ടാമത്തെ എമൗണ്ടിൻ്റെ നേരെ. അപ്പോൾ 53.9 കിട്ടി ഇവിടെ. ഇനി ഇത് ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴാണ് 17.97 വരുന്നത്. ഇനി അടുത്ത സെറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുത്തതിലത്തെ ആദ്യത്തെ അവിടെ ഒഴിവാക്കും. 17.3 കളഞ്ഞിട്ട് അടുത്ത 3 എടുക്കുക. അങ്ങനെ ഓരോ 3 എടുക്കുമ്പോഴും മുന്നിലത്തെ ഓരോന്നിനെ കളഞ്ഞുകൊണ്ട് എടുക്കുക, ടോട്ടൽ എഴുതുക, അത് ഡിവൈഡ് ബൈ 3 അതിൻ്റെ നേരെ എഴുതുക. അങ്ങനെ ലാസ്റ്റിലേക്ക് എത്തുമ്പം നമുക്ക് കംപ്ലീറ്റ് ആവില്ല. കാരണം 3 എടുത്തെടുത്ത് വരുമ്പം ബാലൻസ് ഉണ്ടാവും. എവിടെയാണോ കിട്ടുന്നത്, അതായത് 25.2, 26.3, 27.3, അത് 3 കൂടി കൂട്ടിയ ടോട്ടൽ എഴുതുന്നു, അത് ഡിവൈഡ് ബൈ 3 എന്നുള്ളത് എത്ര എഴുതുന്നു. അങ്ങനെയാണ് മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി സിമ്പിളാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 7 ഇയർലി മൂവിങ് ആവറേജ് ആണ്. ഈസി ആണ് മെത്തേഡ്. വർഷവും അതിൻ്റെ ഡാറ്റയും നമുക്ക് തന്നിട്ടുണ്ടാവും, വാല്യൂസ് തന്നിട്ടുണ്ടാവും. 7 ഇയർ മൂവിങ് ടോട്ടൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം കംപ്ലീറ്റ് വർഷം എഴുതുക, പിന്നെ അതിന് തന്നിരിക്കുന്ന വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. അടുത്ത കോളത്തിൽ എഴുതുന്നത് 7 ഇയർലി മൂവിങ്ങിൻ്റെ ടോട്ടൽ എത്രയാണ്. അപ്പോൾ ഇവിടെ 7 ഇയർ എന്ന് പറയുമ്പോൾ ഇവിടെ 1, 2, 3, 4, 5, 6, 7, ഈ 12 വരെയുള്ള ടോട്ടലാണ് എടുക്കേണ്ടത്. എന്നിട്ട് 7 വർഷം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മിഡിൽ പറഞ്ഞ എവിടെയാണ് എടുക്കുക? 4ാമത്തെ വർഷമാണ് അതിൻ്റെ മിഡിൽ വരിക. 4, കാരണം 1, 2, 3 ഒരു സെറ്റ്, 4 അവിടെ നടുവിൽ വിട്ടിട്ട് 5, 6, 7 അടുത്ത സെറ്റ്. അപ്പോൾ ആ 4ാമത്തെ നമ്പറിൻ്റെ മിഡിൽ നമ്പറിൻ്റെ നേരെയാണ് ആ ടോട്ടൽ എഴുതേണ്ടത്. 7 വാല്യൂം കൂടി കൂട്ടിയിരിക്കുന്ന ടോട്ടൽ എഴുതേണ്ടത് അടുത്ത സീരീസിൻ്റെ മിഡിൽ വാല്യൂയുടെ നേരെ എഴുതിയിട്ട് അത് ഡിവൈഡഡ് ബൈ 7 ചെയ്യുക, അത് അതിൻ്റെ നേരെ എഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ്? ആദ്യത്തെ വാല്യൂവിനെ അവിടെ നമ്മൾ കളയും. 23 കളഞ്ഞിട്ട് അടുത്ത 7 നമ്പറാണ് എടുക്കുക. അടുത്ത 7 നമ്പർ പറയുമ്പോൾ 26ൽ നിന്ന് തുടങ്ങിയിട്ട്
നമ്മൾ നേരത്തെ 12 വരെയാണ് അവസാനിച്ചത്, 10ഉം കൂടി ആഡ് ആവും. അതിൻ്റെ ടോട്ടലാണ് അതിൻ്റെ മിഡിൽ പോയിന്റിൽ എഴുതേണ്ടത് 140. അത് ഡിവൈഡ് ബൈ 7 20 പോയിന്റ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ 7 എണ്ണം കംപ്ലീറ്റ് ആവുന്ന വരേക്ക് അത് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൽ പറയാനുള്ളത്. പക്ഷേ ഇതുവരെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ 3ഉം 7ഉം ഒക്കെ എടുത്തു. അതൊക്കെ ഓഡ് നമ്പേഴ്സാണ്, അല്ലെങ്കിൽ ഒറ്റ അക്കങ്ങളായിട്ട് വരുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഈവൺ നമ്പേഴ്സ് ആയിട്ട് വരുമ്പം അവിടെ ഒന്നുകൂടി വ്യത്യാസം വരും. കാരണം അവിടെ നമ്മൾ പറയുന്ന പേര് സെൻറ്റേർഡ് 4 ഇയർലി മൂവിങ് ആവറേജ്. 4 ഇയർലി മൂവിങ് ആവറേജ് സെൻറ്റർ ചെയ്തിട്ട് ചെയ്യാനാണ് പറയുന്നത്. അവിടെയും മെത്തേഡ് സെയിം ആണ്, പക്ഷെ ഒരു കോളം കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഇയർ തന്നിട്ടുണ്ട്, അതിലുള്ള ടണ്ണേജ് ഓഫ് കാർഗോ ഒക്കെ തന്നിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് കോളം നമ്മൾ ഇയർ എടുത്ത് എഴുതി, രണ്ടാമത്തെ കോളം വാല്യൂസ് എഴുതി, മൂന്നാമത്തെ കോളം 4 വർഷമല്ലേ പറഞ്ഞത്, അപ്പോൾ ആദ്യത്തെ 4 വാല്യൂ ആഡ് ചെയ്യുക. 1102, 1250, 1180, 1340. ഇത് 4ഉം കൂടി ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ പോർഷൻ പറഞ്ഞാൽ എവിടെയാണ് വരിക? രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും ഇടയിലാണ് വരിക. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ കിട്ടിയ ടോട്ടൽ എഴുതി. ആ ടോട്ടലിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ ഡിവൈഡ് ബൈ 4, ആവറേജ് കാണണ്ടേ, ഡിവൈഡ് ബൈ 4, അതിൻ്റെ നേരെ ഉത്തരം എഴുതും. അതിന് നേരെ ഇവിടെ ഒന്നുമില്ല. അടുത്ത കോളം ഹെഡിങ് എന്താ വെച്ചാൽ സെൻറ്റർ ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്, സെൻറ്റേർഡ് ആവാനാണ് പറയണം മൂവിങ് ആവറേജ്. അപ്പോൾ നെക്സ്റ്റ് കോളത്തിൽ ഇവിടെ ഒന്നും പ്രത്യേകിച്ചില്ല. ഇനി നമ്മൾ അടുത്തത് നോക്കുക. മുകളിലത്തെ ഈ കോളം വിട്ടതിന് ശേഷം അടുത്ത 4 എഴുതും. 1 2 3 4 ടോട്ടൽ ചെയ്തു. ആ ടോട്ടലാണ് 4982 എന്ന് പറയുന്നത്. കാരണം ഇതിന് മിഡ് പോർഷൻ ഇല്ലല്ലോ, അതിൻ്റെ ഇടയിലായിട്ടല്ലേ നമ്മൾ കാണിക്കുന്നത്. അത് ഡിവൈഡ് ബൈ അടുത്ത നമ്പർ ബൈ 4 ചെയ്തു. ഇതിൻ്റെ 4 ചെയ്യുമ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പർ കിട്ടി. ഇപ്പോഴാണ് നമുക്ക് അടുത്ത കോളത്തിൻ്റെ പ്രസക്തി അറിയുന്നത്. ഇപ്പോൾ ഇവിടെ 2 നമ്പർ ആയില്ലേ, ഈ 2 നമ്പറിനെയും കൂടി ടോട്ടൽ ചെയ്തിട്ട് ബൈ 2 കൊണ്ട് ചെയ്യുക. വീണ്ടും അതിൻ്റെ ആവറേജാണ് കാണുന്നത്. മൂവിങ് ആവറേജിനെ ഒന്നും കൂടി സെൻറ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് 1218 പ്ലസ് 1245.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് ഈ 2 എണ്ണത്തിൻ്റെ മിഡിലായിട്ടാണ് അടുത്തത് എഴുതുന്നത് 1231.75 എന്ന് പറയുന്നത്. ഇതാണ് 5ാമത്തെ കോളം ചെയ്യേണ്ട മെത്തേഡ്. നമ്മൾ ഇയർ എഴുതി, വാല്യൂ എഴുതി, ആദ്യത്തെ 4 വർഷത്തെ എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആദ്യം 4 എടുക്കുന്നു, ടോട്ടൽ ചെയ്യണു, പിന്നെ അടുത്ത കോളത്തിൽ ബൈ 4 ചെയ്യണു, അതിന് ശേഷം അടുത്ത കോളത്തിൽ നമ്മളൊന്നും എഴുതില്ല. അടുത്ത സെറ്റ് എടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യത്തെ ഒന്നിനെ വിട്ടിട്ട് അടുത്ത 4 എടുക്കുന്നു. അങ്ങനെ ഓരോന്നിനെയും വിട്ടിട്ടാണ് അടുത്ത 4 പോകുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ എപ്പോഴാണോ 2 നമ്പേഴ്സ് ആവുന്നത് അവ തമ്മിൽ ഒന്നും കൂടി ആവറേജ് കണ്ടിട്ട് അതിൻ്റെ മിഡിൽ പോർഷനിൽ എഴുതുന്നു. അടുത്ത ആവറേജ് എങ്ങനെ എടുക്കുക? അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ ഇതിനെ വിട്ട് കളയും. എന്നിട്ട് 1245.5 പ്ലസ് 1262 എടുക്കും. അതിൻ്റെ ആവറേജാണ് 1253. ഇനി ഇതിനെ കളഞ്ഞു. ഈ നെക്സ്റ്റ് അടുത്ത 2 എണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ഇത്. അതൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ സെൻറ്റർ നോക്കി എഴുതുക. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മൂവിങ് ആവറേജ് കണ്ടുപിടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി ഇതിൻ്റെ ബേസിൽ പോയിന്റുകൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ. അപ്പോൾ ഏകദേശം നമ്മളതിൻ്റെ ഇയറും വാല്യൂസൊക്കെ എഴുതി കഴിഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ വർഷത്തിലും കിട്ടിയിരിക്കുന്ന ആ വാല്യൂസ് എന്ന് പറയുമ്പോൾ മിഡിൽ പോയിന്റിൽ എവിടെയാണോ നമുക്ക് ആ പോയിന്റുകൾ വരുന്നത്. അപ്പോൾ ഓരോ 97 ഇവിടെ ശ്രദ്ധിക്കുക, 97 ഇവിടെ 1080 എടുത്തിരിക്കുന്നത്. ഇതെടുക്കേണ്ട വിധമൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്താണോ അതിനനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് 97, 98, 99 എന്നല്ല ഇയർ കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആ വാല്യൂ എന്താണെന്നുള്ളത് 1231, അതേപോലെ 1218 ഇതൊക്കെയല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4th-ഉം 5th-ഉം ആണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുക. 4th-ഉം 5th-ഉം അടയാളപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം എവിടേക്കാണ് ഈ പോയിന്റ് പ്ലോട്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അവിടെ ഫസ്റ്റ് കോൾ എന്ന് പറയുന്നത് 97 തന്നെ എടുക്കുക. 97 നേരെ 1080 ശേഷമുള്ള ഒരു എമൗണ്ടാണ് വന്നിരിക്കുന്നത്. 1080 ശേഷമുള്ള എമൗണ്ട്, അതായത് 1218, 1102. 97 വാല്യൂ 1102 ആണ്.
1702 അങ്ങനെ ഓരോന്നിൻ്റെയും വാല്യൂ ആണ് ആദ്യം നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ഗ്രാഫായിട്ട് കണക്കാക്കിയിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വാല്യൂ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 99ൻ്റെ നേരെ നമ്മൾ 1281 എന്നുള്ള ഒരു രണ്ടാമത് കിട്ടുന്ന ആ വാല്യൂ ആണ് അവിടെ പ്ലോട്ട് ചെയ്യേണ്ടത്. 99 നേരെ വന്ന വാല്യൂ ഏതാ നോക്കൂ. നേരെ വന്ന വാല്യൂ 1231. ക്ലിയർ അല്ലേ? ആദ്യം നമ്മൾ ഈ വാല്യൂസ് എല്ലാം പ്ലോട്ട് ചെയ്ത് വരയ്ക്കണു. അതിനുശേഷം പിന്നെ വാല്യൂ വരുന്നത് എവിടെ നിന്നായിരിക്കും? അതിനെ സെൻറ്റർ ചെയ്ത് ഒന്ന് കൂടിയിട്ട്. അപ്പോൾ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്ന്? ഈ അഞ്ചാമത്തെ കോളത്തിലെ വാല്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ 99 നേരെയാണ്. ആ 99 നേരെ 1231. അടുത്ത കോളത്തിൽ 2000 ആണ്. 2000ൻ്റെ നേരെ വന്ന് 1253. അങ്ങനെ വരുന്ന വാല്യൂസ് മാത്രമാണ് എടുത്ത് എഴുതിക്കുന്നത്. 1253, 2000. അപ്പോൾ 2000 നേരെ പോയിന്റ് വന്നിരിക്കുന്നു നോക്കൂ. 1253 പറയുമ്പോൾ ഏകദേശം മിഡിലിൽ വന്നിട്ട് ഇവിടെ വന്നു. അങ്ങനെ അടുത്ത ഓരോന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നോക്കൂ, ആദ്യത്തെ സെറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ട് ജസ്റ്റ് വരച്ചുണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് അഞ്ചാമത്തെ കോളത്തിൽ നമുക്ക് ഓരോന്നിൻ്റെ നേരെ കിട്ടിയതിനെ മാത്രം അടയാളപ്പെടുത്തി അതിനെ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ ലൈനുകൾ. ഇങ്ങനെ വരച്ച ഈ ലൈനാണ്. ഇതാണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള ആ ട്രെൻഡ് വാല്യൂ മെഷർ ചെയ്യാൻ നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. മറ്റേതിൽ ആ ഫ്ലക്ച്വേഷൻസ് മാത്രമാണ് അറിയുന്നത്. ഉയർന്നു താഴ്ന്നു പോകുന്ന ഫ്ലക്ച്വേഷൻ മാത്രമാണ്. അതിൻ്റെ വാല്യൂ അത്രത്തോളം ഫോക്കസ്ഡ് അല്ല. നമ്മൾ രണ്ട് മെത്തേഡിലും കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഇവിടെ വരുന്നൊരു വാല്യൂ ഇതായിരിക്കും എന്ന് പറഞ്ഞ വാല്യൂ ആണ് എഴുതിയത് അല്ലേ. പക്ഷെ ഇങ്ങനെ വരച്ച് ആവറേജ് കണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായൊരു വാല്യൂ നമുക്കിവിടെ കിട്ടാനുണ്ട്. അത് പ്ലോട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ട്രെൻഡ് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി അടുത്ത ഒരു മെത്തേഡ് കൂടി പറയാം. ഒരു മെത്തേഡ് പറഞ്ഞാൽ ഈ മൂവിങ് ആവറേജ് തന്നെ. ഇപ്പം നമ്മൾ രണ്ട് മെത്തേഡാണ് കഴിഞ്ഞ്. ആദ്യത്തെ മെത്തേഡിലെന്ന് പറയുമ്പോൾ 3യും 7ഉം വെച്ചു. ഓഡ് നമ്പേഴ്സ് വെച്ച് ചെയ്യേണ്ട വിധം കണ്ടു. രണ്ടാമത്തേൽ 4 വെച്ച് ചെയ്യുമ്പോൾ ആ ചെയ്യേണ്ട മെത്തേഡും കാണിച്ചു. അതായത് ഒരു പ്രാവശ്യം കൂടി ആവറേജ് ചെയ്യണം. ആവറേജ് ചെയ്ത് കിട്ടുന്ന അടുത്ത രണ്ട് നമ്പേഴ്സിന് ഇതുപോലെ ഒന്ന് ഒഴിവാക്കിയിട്ട് വീണ്ടും ആവറേജ് ചെയ്ത് കാണുന്നു. ആ ആവറേജാണ് കുറച്ചുകൂടി ആക്യുറേറ്റ്. അതിനെ വെച്ചിട്ട് ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. രണ്ട് വാല്യൂസാണ് വരിക എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 3 ഇയർ വെയ്റ്റഡ് മൂവിങ് ആവറേജ് വിത്ത് വെയിറ്റ് തന്നിട്ടുണ്ട്. 1, 2, 3 3 വർഷത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ ഇയർ തന്നിട്ടുണ്ട്, വാല്യൂ അതൊക്കെ എടുത്ത് എഴുതി. അതിനുശേഷം 3 ഇയർലി വെയ്റ്റഡ് മൂവിങ് ടോട്ടലാണ് ഇവിടെ തന്നത്. വെയ്റ്റഡ് മൂവിങ് ടോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ വെയിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇതുണ്ടോ, 1, 2, 1 ഇതാണ് വെയിറ്റ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ 3 സംഖ്യേനെ ഇൻറ്റു ചെയ്യേണ്ടത്. 3 ഇയർലി അല്ലേ, അപ്പോൾ 3 സംഖ്യ. അപ്പോൾ 1, 2, 1 അതാണ് 1 × 2. അതേപോലെ തന്നെ 2 × 4, 1 × 5. 1 × 2, 2 × 4, അതേപോലെ 1 × 5. 1, 2, 1 അല്ലേ വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 3 സംഖ്യ എടുക്കാൻ പാടുള്ളൂ. ആദ്യത്തെ 3 സംഖ്യ എടുക്കുമ്പോൾ വെയിറ്റ് കൊടുത്തത് 1, 2, 1. ഓരോന്ന് ഇൻറ്റു ചെയ്തു. 1 × 2, 2 × 4, 5 × 1. കാരണം ആ വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ, 1, 2, 1. അതിലാണ് ഈ 3 സംഖ്യനെ ഇൻറ്റു ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ കിട്ടി. 1 × 2, 2, 2 × 4, 6. അപ്പോൾ 2, 6, 8 ആയി. 1 × 5, 5, 8. അപ്പോൾ നമ്മളിവിടെ ടോട്ടൽ കണ്ടുപിടിച്ചു. 2, 8, 10, 10, 5, 15. ഇവിടെ നമ്മൾ 1 × 2, 2, 2 × 4, 8. അപ്പോൾ 2, 8, 10. 1 × 5, 5. അപ്പോൾ 8, ഇവിടെ 10 വന്നു, 15. 10, 5, 15. 2, 8, 10, 15, 15 ടോട്ടൽ കിട്ടി. ഇനി അടുത്ത കോളത്തിൽ അതിൻ്റെ ആവറേജ് കാണുക. അടുത്ത കോളത്തിൽ ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ 15 ഡിവൈഡഡ് ബൈ, അതായത് 3 ഇയർലി വെയ്റ്റഡ് മൂവിങ് ആവറേജ് കാണുമ്പം 4 = 3 ഡിവൈഡഡ് ബൈ 4 ആണ് ചെയ്യണത്. 3 ഡിവൈഡ് ബൈ 4. അപ്പോൾ 15 ഡിവൈഡ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 3.75. ഇനി അടുത്തത് എങ്ങനെ എടുക്കുക? 1 × 4, 2. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ 2നെ നമ്മൾ ഒഴിവാക്കി. അതിന് ശേഷം വീണ്ടും വെയിറ്റ് കൊടുത്തു. 1 × 4, 2 × 5, 1 × 7. ടോട്ടൽ ചെയ്തു. ടോട്ടൽ ചെയ്യുമ്പോൾ 21 കിട്ടും.
21 കിട്ടുമ്പോൾ 21 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോന്നും ഒഴിവാക്കുക. ഇനി അടുത്തത് എടുക്കുമ്പോൾ 4 ഒഴിവാക്കിയിട്ട് അടുത്തത് മുതൽ എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു 5ഉം 2 ഇൻറ്റു 7ഉം 1 ഇൻറ്റു 8ഉം വരും. അതിൻ്റെ ടോട്ടൽ മിഡിലായിട്ട് എഴുതി 27. 27 ബൈ 4 പറയുമ്പോൾ 6.75. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്, ഇത് വെയിറ്റും കൂടി തന്നിട്ട് ചെയ്യേണ്ട മെത്തേഡ്. അപ്പോൾ ഈ ഒരു മൂവിങ് ആവറേജിൽ നമ്മൾ പ്രധാനമായിട്ടും ഓഡ് നമ്പേഴ്സും ഈവൻ നമ്പേഴ്സും വെയിറ്റും തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ 3 ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈ 4 കിട്ടിയിരിക്കുന്ന ഡൗട്ട് ഇനി ചിലർക്ക് ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ളത്. അതായത് ഇവിടെ നമ്മൾ ആവറേജ് കൊണ്ടല്ല ചെയ്യുന്നത്, ഇവിടെ ചെയ്യുമ്പോൾ വെയിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്റു ചെയ്തു, അതിന് ശേഷം കിട്ടിയതെല്ലാം കൂടി ആഡ് ചെയ്ത് ടോട്ടലാണ്. ഈ ടോട്ടലിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണത് അതിൻ്റെ വെയിറ്റ് 1 + 2 3, 3 + 1 4. ഈ വെയിറ്റ് കൊണ്ടാണ് നമ്മളിവിടെ ആവറേജ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. സാധാരണ നമ്മൾ എടുക്കുന്ന എണ്ണത്തിനനുസരിച്ചല്ലേ നമ്മൾ ഇതുവരെ ആവറേജ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ 3 എടുക്കുന്നുള്ളൂ, പക്ഷെ നമ്മൾ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അതിന് കൺഫ്യൂഷൻ വേണ്ട, നമ്മളിവിടെ വെയിറ്റ് തന്നാൽ വെയിറ്റിൻ്റെ ടോട്ടൽ കൊണ്ടാണ് ആവറേജ് കാണേണ്ടത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി നെക്സ്റ്റ് ഈ ഒരു മൂവിങ് ആവറേജ് മെത്തേഡിൻ്റെ മെറിറ്റും ഡിമെറിറ്റും നോക്കാം. മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ചുകൂടി സിമ്പിളാണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്, കമ്പാരിസൺ എളുപ്പമാണ്. അതേപോലെ വലിയൊരു തെറ്റോ പേഴ്സണൽ പ്രെജുഡീസ് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ഏത് തലത്തിലേക്കും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ബോത്ത് വേസ് ടു ഗിവ് ഫിഗേഴ്സ് ഫോർ ദ പാസ്റ്റും അതുപോലെ ഫ്യൂച്ചർ ഇയേഴ്സിലേക്കും. ഏറ്റവും കൂടുതൽ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ലോങ് സീരീസിലാണ് കുറച്ചും കൂടി ഇത് നന്നായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് അസോസിയേറ്റഡ്. എപ്പോഴാണ് ഈ ഒരു മെത്തേഡ് നമ്മൾ ഇത് ചെയ്താൽ മതി തീരുമാനിക്കുന്നത്, കുറച്ചും കൂടി ഡാറ്റ ആക്യുറേറ്റ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് ദ ബേസിസ് ഫോർ ഫർദർ അനാലിസിസ് ഓഫ് ടൈം സീരീസ് വെൻ ദ പീരീഡ് ഓഫ് മൂവിങ് ആവറേജ് ഈസ് ഈക്വലൻ ടു ദ പീരീഡ് ഓഫ് സൈക്ലിക് ഫ്ലക്ച്വേഷൻ. കാരണം മൂവിങ് ആവറേജ് എടുക്കുമ്പോൾ നമ്മുടെ ബിസിനസ്സിലുണ്ടാവുന്ന സൈക്ലിക് ഫ്ലക്ച്വേഷനും ഒക്കെ അതിൽ കൺസിഡർ ചെയ്ത് പോവും. അപ്പോൾ സച്ച് ഫ്ലക്ച്വേഷൻസ് ആർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ്. ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആ ഫ്ലക്ച്വേഷനെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ കിട്ടുക. ഇതാണ് ഇതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് പോരായ്മകളുണ്ട്. ഡിമെറിറ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് വാല്യൂസ് ഒരിക്കലും എല്ലാ വർഷത്തിൻ്റെയും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ. കാരണം നമ്മൾ ഓരോ വർഷവും ഒഴിവാക്കി ലാസ്റ്റ് എവിടെയാണോ കംപ്ലീറ്റ് ആവുന്നത് അതുവരേക്കാണ് അവിടെ ചെയ്യുന്നുള്ളൂ. മൂവിങ് ആവറേജ് എപ്പോഴും ഫസ്റ്റ് ഫ്യൂവേഴ്സും ലാസ്റ്റ് ഫ്യൂവേഴ്സും ഒരിക്കലും ഒബ്റ്റെയിൻ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എക്സ്ട്രീം ഇയേഴ്സ് വിച്ച് മേ ബി ഇൻട്രസ്റ്റഡ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ പോരായ്മ പറയുമ്പോൾ സെലക്ഷൻ ഓഫ് പ്രോപ്പർ പീരീഡ് ഈസ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടി. അപ്പം നമ്മൾ ചെയ്ത ഈ ക്വസ്റ്റ്യനിൽ ആദ്യം നമ്മൾ 3 ഇയേഴ്സ് എടുക്കാൻ പറഞ്ഞപ്പോൾ 3 ഇയേഴ്സ് ചെയ്തു. അടുത്തതിൽ 7 ഇയേഴ്സാണ് പറഞ്ഞത്, 7 ഇയേഴ്സ് എടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 4 ഇയേഴ്സ് പറഞ്ഞു. പിന്നെ വെയിറ്റ് ഇട്ടിട്ട് ഒരു 3 ഇയേഴ്സും തന്നു. അപ്പോൾ ഈ 3, 7, 4 എന്നൊക്കെ ആ ഒരു പീരീഡ് നമ്മൾ ഏത് വേണം എന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൾട്ടാണ്. കാരണം നമ്മൾ റോങ് പീരീഡാണ് സെലക്ട് ചെയ്തെങ്കിൽ എന്താ, അതിൻ്റെ കിട്ടുന്ന കൺക്ലൂഷൻ നമ്മളെ മിസ്ലീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഡാറ്റയുടെ എത്രത്തോളം ആക്യുറസി വേണോ അതിനനുസരിച്ച് വേണം ഈ ഇയേഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടത്. 3 ആക്കണോ, 7 വർഷത്തെ വേണോ, 4 വർഷത്തെ വേണോ എന്നത് നമ്മൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇനി മൂവിങ് ആവറേജ് ഒരിക്കലും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഫോർകാസ്റ്റിങ്ങിനൊന്നും വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ല. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ടു ദോസ് സീരീസ് വിച്ച് ഷോ പീരിയോഡിസിറ്റി. ഇനി ഇതിന് ഏത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, പീരിയോഡിക്കലായിട്ട് വരുന്ന കുറച്ച് സീരീസിൻ്റെ ആ മൂവ്മെൻറ്റിനെ കാണിക്കാനേ ഇതിന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആകെ ഒരൊറ്റ ടോപ്പിക് എടുത്തിട്ടുള്ളൂ, മൂവിങ് ആവറേജ് എന്താണ് എന്നുള്ളതും അതേപോലെ അതിൻ്റെ വരുന്ന എല്ലാ ടൈപ്പും ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഇതിൻ്റെ പോയിന്റുകൾ എടുക്കേണ്ട വിധമൊക്കെ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് ഇടുമ്പോഴും ഇത് കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഇടുന്നത്. അവർക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ് അവർക്കൊരു
എളുപ്പമാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ ഒക്കെ ആണ് നമുക്ക് പിറ്റേ ദിവസം ഇത് ചെയ്യാനുള്ള ഒരു എനർജി തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ഹെൽപ്പാണ് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെപ്പോലെ തന്നെയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും നമ്മുടെ വീഡിയോസ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നമ്മളൊരു ആക്ഷൻ എടുക്കുമ്പോൾ അതിന് റിയാക്ഷനും കൂടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്ന് പറയുന്നത് ഞാനിവിടെ ക്ലാസ് പരമാവധി നന്നായിട്ട് എടുത്തു തരാൻ ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നമ്മൾക്ക് അതിനൊരു റിയാക്ഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തരുന്ന ഈ ഒരു ലൈക്കും കമൻറ്റും ഷെയറും അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊക്കെയാണ് അതിന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ലൊരു കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് നല്ല രീതിയിൽ ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ അതിന് ഒരു മടിയും പിശുക്കും ആരും കാണിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം അത് തന്നെയാണ് നമ്മൾക്ക് ഓരോ ദിവസവും ചെയ്യാനുള്ളൊരു ഊർജ്ജം തരുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എന്തായാലും ഓരോ ദിവസത്തെ ക്ലാസ്സും വളരെ സ്ലോയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്തോളൂ. ഞാൻ പരമാവധി റിപ്ലൈ ചെയ്യാൻ നോക്കാറുണ്ട്. Okay, thank you.